ഹലോ ഗൈസ്, അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആൾക്കാർ എന്നോട് മെസ്സേജ് ചോദിക്കുന്ന ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു വേക്കൻസിയാണ് ഈ മാനേജ്മെന്റ് ഫീൽഡിന്റെ വേക്കൻസി. അപ്പം മാനേജ്മെന്റ് ഫീൽഡിന്റെ വേക്കൻസിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ഒരു മെയിൻ ഘടകമാണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, പ്രൊക്യൂർമെന്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഞാനും ചെയ്തിരിക്കുന്ന ആ ഒരു കോഴ്സാണ് പ്രീവിയസ്ലി. അപ്പം ഇത് ഒരു പഠിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി കുറച്ച് ജോലി ഉണ്ട് ഇഷ്ടം പോലെ, പക്ഷെ കിട്ടാൻ വേണ്ടി കുറച്ച് ടഫാണ്. പക്ഷെ ഇപ്പൊ ഏതായാലും ഒരു ഗുഡ് ന്യൂസ് വന്നിട്ടുണ്ട്. ഗുഡ് ന്യൂസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ NHSൽ കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ NHSൽ പ്രൊക്യൂർമെന്റ് അസിസ്റ്റന്റിന്റെ ഒരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് തിരിച്ച് പറയേണ്ട ആവശ്യമില്ല, സ്ട്രേറ്റ് അവേ പറയാം. സ്പോൺസർഷിപ്പ് ഇതിനകത്തില്ല. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഈസിലി PSW അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിപ്പെൻഡന്റ് വിസയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഈസിലി അപ്ലൈ ചെയ്യാം, കിട്ടാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും വേണ്ട. കാരണം ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡേ ഫോഴ്സ് ഹെൽത്ത് കെയർ മാനേജ്മെന്റിന്റെ വെബ്സൈറ്റിൽ നിന്നാണ്. അത് NHSന്റെ തന്നെ ലോജിസ്റ്റിക്സ് അല്ലെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് ഫീൽഡിൽ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ട്രാക്ക് ജോബ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിൻ ജോബ്സ്, പിന്നെ നമ്മുടെ മിഡ്വൈഫറി, നഴ്സിംഗ്, GP, അങ്ങനത്തെ ലൈക്ക് ഹെൽത്ത് പരമായാലെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ജോലികളെല്ലാം നമ്മൾ അതിൽ കൂടെയാണ് ചെയ്യുന്നത്. പക്ഷേ മാനേജ്മെന്റ് ഫീൽഡിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് വയ ലിങ്ക്ഡിൻ ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ കൂടെ ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടുന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളാണ്. നമുക്ക് സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സിന്റെ ആവശ്യമില്ല. നമുക്ക് നോർമൽ നമ്മുടെ CV, നമ്മൾ എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ നോർമൽ CV വെച്ച് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ജോലി അപ്ലൈ ചെയ്യാം. ആൻഡ് ഒരു കവർ ലെറ്ററും കൂടെ വേണം. അപ്പോൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ജോബ് ടൈറ്റിൽ വരുന്നത് പ്രൊക്യൂർമെന്റ് അസിസ്റ്റന്റ് ആണ്, കൊമേഴ്ഷ്യൽ ഫീൽഡിൽ. ലൊക്കേഷൻ വരുന്ന ലീഡ്സ് ആണ്, ഹൈബ്രിഡ് റോളാണ്. ഇതിന്റെ സാലറി പാക്കേജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 24,735 to potential rise of 29,100 pound ആണ് വിതിൻ 3 years. സോ ഇപ്പോൾ ഈ വിതിൻ 3 years എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സോ ഒബ്വിയസ്ലി വി ക്യാൻ ഇമാജിൻ ലൈക്ക് ഇഫ് ദേ ആർ ടെല്ലിങ് us 3 years, so there is a potential hope that we can get a sponsorship. ഇപ്പോൾ കമ്പനി അവർ അഗ്രി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദി 3 years നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. മോസ്റ്റ് പ്രോബബ്ലി ലൈക്ക് അവരങ്ങനെ തരാറില്ല, ടു ബി ഫ്രാങ്ക്. പക്ഷേ 3 years എന്ന് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 yearsന്റെ നമുക്കൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ പാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആ വിതിൻ ദാറ്റ് 3 years നമുക്ക് വേറെ ഒരു കമ്പനീസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാനേജ്മെന്റ് ഫീൽഡിൽ ഓപ്പണിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിങ്സ് വരുന്ന സ്കോട്ട്ലാൻഡ് ആ ഒരു സ്ഥലത്താണ്. കാരണം ഞാനും പഠിച്ചിരിക്കുന്ന ആ ഒരു ഫീൽഡാണ്. ഞാനും എൻ്റെ ജോബ് ഹണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി പേഴ്സണലി ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്ന ജോബ് ഓപ്പണിങ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കോട്ട്ലാൻഡാണ്. അപ്പം വിതിൻ ദാറ്റ് 3 years ലൈക്ക് നമുക്ക് എക്സ്പീരിയൻസ് കണക്കിലാക്കി, ലൈക്ക് എക്സ്പീരിയൻസ് നമ്മൾ ഒരു പ്രാവശ്യം ഹാൻഡ് ഓവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിതിൻ UK നമുക്ക് എവിടെ വേണേലും ജോലി അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ഒരു ഫീൽഡിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിതിൻ UK എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിതിൻ UK എവിടെ വേണേലും അപ്ലൈ ചെയ്യാം. ആൻഡ് ഓൾ ദി കമ്പനീസ് വിൽ ഗീവ് us ലൈക്ക് പ്രയോറിറ്റി. കാരണം നമുക്ക് ഈ ഒരു സ്ഥലത്തെ UK എന്ന് പറയുന്ന ഒരു കൺട്രിയുടെ നമുക്കൊരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിംഗ്, അല്ലെങ്കിൽ ഒരു ബേസിക് ഫണ്ടമെന്റൽസ് നമുക്ക് അറിയാമെന്നുള്ള ഒരു ക്ലിയർ പാത്ത് അവർക്ക്, അല്ലെങ്കിൽ ഒരു ക്ലിയർ വേ അവർക്ക് കാണും. ആ ഒരു ബേസിസിൽ അവർ നമുക്ക് ജോലി തരാൻ വേണ്ടി വളരെ സിമ്പിളാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഇവിടെ ലോജിസ്റ്റിക്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതുകൂടാതെ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അവർ തന്നിരിക്കുന്ന വേറെ ഒരു ഓപ്ഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓപ്ഷൻ അല്ല, ഇറ്റ്സ് അപ്പ് ഓൺ us. ഇതിനടിയിൽ ഒരു ഇമെയിൽ അഡ്രസ്സ് അവർ തന്നിട്ടുണ്ട്. ആ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ careers@supplychain.nhs.uk. ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് അവർ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വലിച്ചൊരു ഇമെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സാധനം കിട്ടാൻ വേണ്ടി ചാൻസ് ഇല്ല. സോ മേക്ക് ഷുവർ ലൈക്ക് ഇഫ് യു ഫീൽ ലൈക്ക് യു ആർ എ ബെസ്റ്റ് കാൻഡിഡേറ്റ്, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഇഫ് യു ഫീൽ ലൈക്ക് യു ആർ എ ബെസ്റ്റ് കാൻഡിഡേറ്റ് ആൻഡ് ബെസ്റ്റ് ഫിറ്റ് ഫോർ ദി റോൾ, ജസ്റ്റ് ഗോ അഹെഡ് ആൻഡ് അപ്ലൈ ഫോർ ഇറ്റ്. അല്ലെന്നുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് റോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CV അയച്ചിടാം. മേ ബി, എനിക്കറിയത്തില്ല അവിടുത്തെ റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. സോ യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. സോ ബേസിക്കലി ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം നമുക്ക് നോക്കാം. നമ്മൾ അപ്ലൈ നോട്ട് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ടേക്ക് ടു ദി വെബ്സൈറ്റ്. അപ്പോൾ അവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഇത് വി ക്യാൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. ക്രിയേറ്റ് അക്കൗണ്ട് തന്നെ ആയിരിക്കും ബെസ്റ്റ്, കാരണം നമുക്ക് ട്രാക്ക് വെക്കാൻ വേണ്ടി പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തൗട്ട് ദി അക്കൗണ്ട് നമുക്ക് ഈ സംഭവം ചെയ്യാം. ഒരു പ്രാവശ്യം കാൻഡിഡേറ്റ് അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV അതിനകത്ത് ഇമ്പോർട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലി നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഫില്ല് ചെയ്യാം.
ഇത് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും പ്ലീസ് മേക്ക് ഷുവർ നിങ്ങളുടെ ലിങ്ക്ഡിൻ അപ് ടു ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്ക് അതിനകത്ത് കൊടുക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവർ പ്രീവിയസ്ലി നിങ്ങളുടെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മിസ്മാച്ചായി പണി കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. കാരണം UK നമുക്കറിയാം ഫേക്ക് എക്സ്പീരിയൻസ് കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് റോങ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒബ്വിയസ്ലി നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ജോലിക്ക് വേണ്ടി നമുക്ക് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. ലിങ്ക്ഡിൻ അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ലിങ്ക് കൊടുക്കാവുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഒരു മെയിൻ ഘടകം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കവർ ലെറ്റർ ആണ്. നിങ്ങൾ കവർ ലെറ്റർ ഉണ്ടാക്കുമ്പോഴത്തേക്കും സൂക്ഷിച്ച് ഉണ്ടാക്കണം. പിന്നെ നിങ്ങളുടെ പ്രോപ്പർ ലൈക്ക് വൈ യു വോണ്ട് ടു വർക്ക് ഫോർ ദാറ്റ് ഓർഗനൈസേഷൻ, അതൊക്കെ മീൻസ് ലൈക്ക് നിങ്ങളുടെ ഡിസയർ പ്രോപ്പർലി ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ഹ്യൂമനൈസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. അതൊക്കെ ബേസിക് ആണ്, നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അഡീഷണൽ ഡോക്യുമെന്റ് ഉണ്ട്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രേറ്റ് അവേ വരുന്നത് എഡ്യൂക്കേഷണൽ ഹിസ്റ്ററിയാണ്. എഡ്യൂക്കേഷണൽ ഹിസ്റ്ററിയും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള ഫീൽഡും കാര്യങ്ങളെല്ലാം സിമ്പിളാണ്, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം ഈസിലി. ഈ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ആൻഡ് വിതിൻ വീക്സ് അല്ലെന്നുണ്ടെങ്കിൽ വിതിൻ അവരുടെ റിക്രൂട്ട്മെന്റ് മോസ്റ്റ് പ്രോബബ്ലി NHSന് വരാവുന്നത് ഒരു ലൈക്ക് 3-4 ഡേയ്സിനകം ഡിസിഷൻ വരാറുണ്ട്. പക്ഷേ എനിക്ക് സപ്ലൈ ചെയിൻ്റെ അറിയത്തില്ല. ഞാൻ ഇതുവരെ ലൈക്ക് സപ്ലൈ ചെയിനിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ഒരു ജോലി ഇപ്പോൾ കമ്മിറ്റ് ആയിപ്പോയി. അത് കാരണം എനിക്ക് വേറെ ജോലിയിലേക്ക് ഇപ്പോൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എത്ര ദിവസത്തിനാണ് ഇതിൻ്റെ റിപ്ലൈ വരുന്നത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക തീർച്ചയായിട്ടും. ഇൻ കേസ് നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റിൽ ഇടുക. കാരണം ഇനി അപ്കമിങ് വീഡിയോസിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതനുസരിച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, NHSലെ ട്രാക്ക് ജോബ്സ് വഴി നമ്മൾ ജോലി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിൻ്റെ കാര്യം. നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റിൽ നിങ്ങൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ഞാൻ കണ്ടിരിക്കുന്നത് ജസ്റ്റ് 1-2 കമൻസ് ആണ്. അപ്പം ലൈക്ക് ആൾക്കാർ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും കുറേ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഇൻപുട്ട് വരുന്നില്ല പ്രോപ്പർലി. നിങ്ങളും കൂടി ആ ഒരു ഇൻപുട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്കും ആ ഒരു എനർജി കിട്ടത്തുള്ളൂ ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടി. കാരണം സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ A to Z ഫുൾ പരിപാടിയുണ്ട്. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ വേണം. അപ്പം മേക്ക് ഷുവർ ലൈക്ക് യു ഗൈസ് കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് മാക്സിമം ചാനൽ ഷെയർ ചെയ്യുക. ഇനി അപ്കമിങ്സ് ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. ലൈക്ക് എല്ലാ യൂസ്ഫുൾ കണ്ടന്റ്സ് ആയിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വലിച്ചു കിട്ടുന്നില്ല. സീ ഇൻ നെക്സ്റ്റ് വീഡിയോ ആൻഡ് subscribe for more.